ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്നൊരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 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 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വയ്ക്കും. കേട്ടല്ലോ, വലിയ അറിവും വിവേകവും ഒക്കെ ഉള്ള പുള്ളിയാണ്. പണ്ടൊക്കെ പ്രസവിച്ചിരുന്നത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണത്രേ. ഇപ്പോഴാണെങ്കിൽ ഡോക്ടർമാരും രക്ഷിതാക്കളും കൂടിയിട്ട് ആ പെൺകുട്ടീനെ സ്ത്രീനെയോ പ്രഷർ ചെയ്തിട്ട് അങ്ങ് പ്രസവം അങ്ങ് കോംപ്ലിക്കേറ്റ് ആക്കി വെക്കുക. ഇതാണ് അഖിൽ സാറിന്റെ പുതിയതായിട്ടുള്ള കണ്ടെത്തൽ. എന്റെ പൊന്നു അഖിൽ സാറെ, നിങ്ങൾ ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയതിന് ശേഷം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഇന്റർവ്യൂലൊക്കെ എങ്ങനെല്ലോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ തട്ടി വിടുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ കുറച്ചൊരു ഫാക്ട് ചെക്കിങ്ങും പിന്നെ വിക്കിപീഡിയയുടെ അറിവും കുറച്ചൊക്കെ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കാറ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറ്റിയെന്നറിയില്ല. പറ്റിയ കാര്യം നമുക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. ഈ 2020 പാർട്ടിയിൽ ഇങ്ങനെ കയറി NDA മുന്നണിന്റെ ഭാഗമായതിനു ശേഷം ഇയാള് പറയുന്ന ഒക്കെ അബദ്ധമായിട്ട് മാറണം. വായിൽ തോന്നിയ മണ്ടത്തരങ്ങൾ ഇങ്ങ് വിളിച്ച് പറയാ. നമ്മുടെ ഈ എന്താണ് ജാലിയിലും കണാരന മറ്റേ ഒറ്റ തള്ളു, അങ്ങനത്തെ തള്ളി വിടണേ. ഒരു കാര്യം എന്റെ അഖിൽ സാർ ഒന്ന് മനസ്സിലായിക്കോ. ഇത്രയധികം ഡോക്ടർമാരും നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള മുന്നേറ്റവും കൊണ്ടാണ് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും, ഞാൻ ഇന്ത്യയിലും തന്നെ പറയാം, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെയും ഇത്രയധികം ബർത്ത് മരണങ്ങളും അതായത് ശിശുമരണ നിരക്കും അതേപോലെ തന്നെ പ്രസവിക്കുമ്പോഴുള്ള മരണത്തിന്റെ നിരക്കൊക്കെ കുറഞ്ഞു വന്നത് ഈ ഡോക്ടർമാരും ഈ ആരോഗ്യ മേഖലയും വികസിച്ചുകൊണ്ട് തന്നെയാണ്. പണ്ടത്തെ കാലത്ത് ഈ സ്കാനിങ്ങും കെയറിങ്ങും മറ്റേ ഇതൊന്നും ഇല്ലല്ലോ. എല്ലാവരും വീട്ടിൽ കിടന്നിട്ടാണ് പ്രസവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ പ്രസവിച്ച കഴിഞ്ഞ ഉടനെ ഒരു 2 കിലോ അരി അങ്ങ് കുത്തി പൊട്ടിക്കും, പിന്നെ ആ ഒലക്കെടുത്ത് അങ്ങ് വിഴുങ്ങും. മണ്ടത്ര ഇങ്ങനെ വിളിച്ചു പറയല്ലട്ടാ. ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ അല്ല അറിയാത്ത പോലെ കളിക്കുന്നതാണോ മനസ്സിലല്ലേ. ഈ IMR എന്ന് കേട്ടിട്ടുണ്ടോ? ആ പഴയ കാലത്തെ IMR എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 150 മുതൽ 160 കുട്ടികൾ വരെ മരണപ്പെട്ടിരുന്നു പഴയ കാലത്ത്. ആ ജനിച്ച കുട്ടികളാകട്ടെ 5 വയസ്സ് തികയുന്നതിന് മുമ്പേ 1000 കുട്ടികളിൽ 200+ കുട്ടികൾ മരിച്ചിരുന്നു. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് അറിയോ എന്റെ അഖിൽ മാരാറെ? ഒന്ന് പോഷകാഹാരക്കുറവ്, പിന്നെ വാക്സിനേഷൻ ഇല്ലാത്തത്, ശുചിത്വമില്ലായ്മ, സുരക്ഷിതമല്ലാത്ത പ്രസവം. ഇതൊക്കെയാണ് കാരണം. എന്തെന്ന്? സുരക്ഷിതമില്ലാത്ത പ്രസവം. ഇപ്പോ ഈ കാലഘട്ടത്തെ IMR ഏറ്റെടുത്തില്ലെങ്കിൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിൽ അതിൽ മരണപ്പെടുന്നത് 5 to 6 ആണ്. ആ 150 to 160 നിന്ന് 5 to 6 ആയത് നമ്മുടെ ആരോഗ്യമേഖല വികസിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഡോക്ടർമാരായത് നമ്മൾ എന്നല്ല, പഠിച്ച ഡോക്ടർമാർ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതേപോലെ ഈ 5 വയസ്സിനിടക്ക് മരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഈ റേഷ്യോ നോക്കുമ്പോൾ 5 to 6 തന്നെയാണ്. ഇതിന്റെ കാരണം എന്താ? ഈ കാലഘട്ടത്ത് വാക്സിനേഷൻ ഉണ്ട്, സുരക്ഷിതമായ പ്രസവ ശുശ്രൂഷയുണ്ട്, കെയറിംഗ് ഉണ്ട്, സ്കാനിങ് ഉണ്ട്, അതേപോലെ NICU പോലുള്ള ശിശു പരിചരണം ഉണ്ട്. മനസ്സിലായ എന്റെ അഖിൽമാരാറെ? ഇയാൾക്കൊരു വിചാരമുണ്ട്, ഇയാള് പറയുന്നതാണ് വലിയ കാര്യം, ഇയാൾക്ക് മാത്രമേ അറിവുകളുള്ളൂ എന്നുള്ള ഒരു തലക്കനം എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് ഈ അഖിൽമാരാർക്ക്. അതുകൊണ്ട് മീഡിയയിൽ പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ വായിക്ക് തോന്നിയത് പറയാതെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് തിങ്ങിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളെ പറ്റി എനിക്ക് കുറച്ച് നല്ലൊരു അഭിപ്രായമായിരുന്നു ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം. കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഫാക്ട് ചെക്ക് ചെയ്തിട്ട് വിക്കിപീഡിയയിൽ എന്താണോ അതിന്റെ റിപ്പോർട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുക. പക്ഷെ നിങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോ വല്ലാതെ അങ്ങ് മാറിയിട്ടുണ്ട്. എൻജോയ് ചെയ്ത് പ്രസവിക്കുക അത്രേ. ഇത് എവിടുന്നാണ് അറിഞ്ഞത് ഈ സംഭവം? അങ്ങനെയാണെങ്കിൽ അഖിൽമാരൊന്ന് പ്രസവിച്ച് കാണിച്ചേ. അത് പ്രസവിക്കാനുള്ള കഴിവ് നമ്മളെ ആണുങ്ങൾക്കുള്ളല്ലോ, അതുകൊണ്ട് എന്തും പറയാനാണല്ലോ. അങ്ങനെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോ, അഖിൽമാരാറ് അങ്ങനെ ആണുങ്ങൾക്ക് പ്രസവിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എൻജോയ് ചെയ്തിട്ട് ഒരു സിനിമയൊക്കെ കണ്ട് പോപ്കോണൊക്കെ തിന്ന് പ്രസവിച്ച് കാണിച്ചു തരും അഖിൽമാരാറ്. നിങ്ങൾ നോക്കിക്കോ. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു ജനക്കൂട്ടം ഉണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിക്കണേ? അങ്ങനെയല്ല കേട്ടോ. നിങ്ങളിപ്പം നിങ്ങളെ ഫേസ്ബുക്കിലാവട്ടെ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ, നിങ്ങൾ കൊടുക്കുന്ന ഇന്റർവ്യൂലാകട്ടെ, നിങ്ങൾ ആ കമന്റ്സ് ഒക്കെ ഒന്ന് വായിക്കണം.
ഇങ്ങ് വല്ലാണ്ട് അങ്ങ് ചേഞ്ച് ആയതുപോലെ തന്നെയാണ് ജനങ്ങൾക്കും എല്ലാവർക്കും തോന്നുന്നത്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളൊന്ന് തിരുത്തേണ്ട സമയമായി എന്നാണ് തോന്നുന്നത്. ഈ അഖിൽമാരുള്ള നിങ്ങളോടാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.